ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിവാദത്തിൽ അമിത്ഷായെ കടന്നാക്രമിച്ച് നടനും ടി.വി.കെ. തലവനുമായ വിജയ്. ചിലർക്ക് അംബേദ്കർ എന്ന പേരിനോട് അലർജിയാണെന്നും അദ്ദേഹത്തെ അവഹേളിക്കുന്നതിനെ അംഗീകരിക്കാനാകില്ലെന്നും വിജയ് പറഞ്ഞു. അംബേദ്കറിലൂടെയാണ് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് ഓരോ നാവിലും മുഴങ്ങുമെന്നും വിജയ് പ്രതികരിച്ചു. അതേസമയം മുഖ്യമന്ത്രി സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്നിവർ അടക്കമുള്ള തമിഴ്നാട്ടിലെ നേതാക്കളെല്ലാം കക്ഷിഭേദമന്യേ അമിത്ഷായുടെ പരാമർശത്തിനെതിരെ രംഗത്തെത്തി. പാപം ചെയ്യുന്നവർ മാത്രമേ പുണ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടൂ. രാജ്യത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ചിന്തിക്കുന്നവർ വിപ്ലവകാരിയായ അംബേദ്കറുടെ പേര് മാത്രമേ പറയൂ. അത് പരാമർശിക്കേണ്ടതാണെന്നും സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. അമിത്ഷായുടെ പരാമർശത്തെ അപലപിക്കുന്നുവെന്നായിരുന്നു ഉദയനിധിയുടെ പ്രതികരണം. നിങ്ങൾ എവിടെ പോയാലും അംബേദ്കർ എന്ന് പറയും. നിങ്ങൾ ആദ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ ശ്രമിക്കും. ഭരണഘടന തകർക്കണമെന്ന വൈരാഗ്യബുദ്ധിയുമായി നടക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുമെന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. AIADMK വക്താവ് ഡി ജയകുമാറും അമിത്ഷായ്ക്കെതിരെ രംഗത്തെത്തി. അംബേദ്കറിനെതിരായ ഏത് അവഹേളനവും ജനം തള്ളിക്കളയുമെന്നും അമിത്ഷായുടെ പരാമർശം BJPക്ക് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം വിമർശിച്ചു. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ പ്രസംഗമാണ് വിവാദമായത്. അംബേദ്കർ എന്ന് വിളിക്കുന്നത് ഒരു ഫാഷനായിരിക്കുകയാണ്. ഇത്രയും തവണ ഭഗവാനെ വിളിച്ചിരുന്നെങ്കിൽ 7 ജന്മത്തിലും സ്വർഗം ലഭിച്ചേനെ. അംബേദ്കറുടെ പേര് കോൺഗ്രസ് ആവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹത്തോടുള്ള അവരുടെ യഥാർത്ഥ താൽപര്യം എന്താണെന്ന് കൂടി ഉറക്കെ പറയണമെന്നായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ. അതേസമയം വിവാദ പരാമർശത്തിൽ അമിത്ഷാ മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ തന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും കോൺഗ്രസ് അംബേദ്കറിനോട് ചെയ്ത കാര്യങ്ങൾ ഇതുകൊണ്ടൊന്നും ഇല്ലാതാകില്ലെന്നും അമിത്ഷാ പ്രതികരിച്ചു.